മാസം തോറും 1000 രൂപ മുതൽ തവണകളായി അടച്ച് സ്വർണം സ്വന്തമാക്കാം. മാസം തോറും തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് 12,000 രൂപയുടെ സ്വർണം സ്വന്തമാക്കാം. മയൂരി ഗോൾഡൻ ഡയമണ്ട്സ്, ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ, വണ്ടൂർ. ഹയ മംഗല്യോത്സവ് 2025 2.5% മുതൽ പണിക്കൂലിയിൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം. ഹയ ഗോൾഡൻ ഡയമണ്ട്സ്, വണ്ടൂർ ആൻഡ് എളങ്കൂർ. വണ്ടൂർ ഗ്രാമപഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള കരുണാലയപ്പടിയിലെ ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്റർ ഉടൻ തുറന്ന് പ്രവർത്തിപ്പിച്ചില്ലെങ്കിൽ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന് ബിജെപി. നിർമ്മാണം പൂർത്തിയായ കേന്ദ്രം ഇതുവരെ തുറന്നുകൊടുത്തിട്ടില്ല. തൊട്ടടുത്ത പഞ്ചായത്തുകളെ ആശ്രയിക്കേണ്ട ഗതികേടിലാണ് 100-ലധികം വരുന്ന വിദ്യാർത്ഥികളും അവരുടെ രക്ഷിതാക്കളും. കരുണാലയപ്പടി തൊണ്ടിയിൽ 7ഓളം സെന്റ് സ്ഥലത്ത് വർഷങ്ങൾക്ക് മുൻപാണ് ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്റർ നിർമ്മിച്ചത്. മുറ്റം ഇന്റർലോക്ക് പതിച്ചിട്ടുമുണ്ട്. ഭിന്നശേഷിക്കാർക്കായുള്ള ശുചിമുറികളും തയ്യാറാണ്. കെട്ടിടത്തിന് മുകളിലായി ഷീറ്റ് മേഞ്ഞ് മേൽക്കൂരയും നിർമ്മിച്ചിട്ടുണ്ട്. പൈപ്പുകൾ അടക്കം സ്ഥാപിച്ചിട്ടുണ്ട്. അതേസമയം എന്തുകൊണ്ടാണ് ഈ കെട്ടിടം ഇതുവരെ പ്രവർത്തനം തുടങ്ങാത്തത് എന്നതിന് വ്യക്തമായ കാരണം ഇതുവരെ പഞ്ചായത്ത് പറയുന്നുമില്ല. കേന്ദ്രം ഉടൻ തുറന്നില്ലെങ്കിൽ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന് ബിജെപി ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് PR രശ്മിനാഥ് പറഞ്ഞു. വണ്ടൂർ കരുണാലയപ്പടിയിൽ ഏതാണ്ട് 10 വർഷത്തോളമായി പണി പൂർത്തിയായി കിടക്കുന്ന ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്കും ആളുകൾക്കും ഉള്ള റീഹാബിലിറ്റേഷൻ സെന്റർ ഇതുവരെ തുറന്നു കൊടുക്കുവാൻ വേണ്ടി വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി തയ്യാറായിട്ടില്ല. ഈ ഭരണസമിതി ഉടനടി അടുത്ത കാലത്ത് തന്നെ തീരാൻ പോവുകയാണ്. എന്തുകൊണ്ടാണ് ഈ റീഹാബിലിറ്റേഷൻ സെന്റർ ഭിന്നശേഷിക്കാർക്കായി തുറന്നു കൊടുക്കാത്തത് എന്ന് പറയേണ്ട ബാധ്യത വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്കുണ്ട്. ഓരോ തവണ ചോദിക്കുമ്പോഴും ഫണ്ട് വകയിരുത്തിയിട്ടുണ്ട് എന്നൊരു മറുപടി മാത്രമാണ് ലഭിക്കുന്നത് എന്നാണ് ഞങ്ങൾക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. എന്തുകൊണ്ടാണ് ഭിന്നശേഷി വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ ഭിന്നശേഷിക്കാരോട് ഇത്തരത്തിലുള്ള ഒരു ചിറ്റമ്മ നയം വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് പുലർത്തുന്നത് എന്ന് അവർ വ്യക്തമാക്കേണ്ടതുണ്ട്. ഈ സമൂഹത്തിൽ ഏറ്റവും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു വിഭാഗമാണ് ഭിന്നശേഷി വിഭാഗം. ആ വിഭാഗത്തെ ചേർത്ത് നിർത്തേണ്ട ഭരണസമിതി അവരെ തീർത്തും അവഗണിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് ഇന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ അടിയന്തരമായി ആ റീഹാബിലിറ്റേഷൻ സെന്റർ ഭിന്നശേഷിക്കാർക്കായി തുറന്നു കൊടുക്കണമെന്നാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് ഈ ഭരണസമിതിയോട് ആവശ്യപ്പെടാനുള്ളത്. അല്ലാത്തപക്ഷം അതിശക്തമായ സമര പോരാട്ടങ്ങളുമായി ഭാരതീയ ജനതാ പാർട്ടി പഞ്ചായത്ത് ഭരണസമിതിക്ക് നേരെ വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. പലതവണ പഞ്ചായത്തിനെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും കേന്ദ്രം തുറക്കാൻ യാതൊരുവിധ നടപടിയും പഞ്ചായത്ത് കൈക്കൊണ്ടിട്ടില്ലെന്നാണ് പരാതി. അതേസമയം വർഷം തോറും ഭിന്നശേഷി കലോത്സവം നടത്താൻ ഗ്രാമപഞ്ചായത്ത് മറക്കാറുമില്ല. ഈസ്റ്റ് ലൈവ്, വണ്ടൂർ. സ്വർണ്ണ വ്യാപാര രംഗത്ത് 30 വർഷത്തെ സേവന പാരമ്പര്യമുള്ള അലിസൺ ഗോൾഡൻ ഡയമണ്ട്സിന്റെ നവീകരിച്ച പുതിയ ഔട്ട്ലെറ്റിനെ വീണ്ടും വണ്ടൂരിന് വേണ്ടി സമ്മാനിച്ചിരിക്കുന്നു. സംശുദ്ധ സ്വർണം, പരിശുദ്ധ സ്വർണം, അലിസൺ ഗോൾഡൻ ഡയമണ്ട്സിലൂടെ. Lenora is different from others. Years of perfect stitching experience. Lenora linen, cotton cloth and stitching.